ഹായ് ഓൾ അസ്സലാമു അലൈക്കും. തൻഹാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പക്ഷേ ഇത് കിച്ചൺ വീഡിയോ അല്ല, ഇന്ന് ഫുള്ള് പുറത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടേക്ക് പോകുന്നത്, എങ്ങനെ പോകുന്നത്, ആരെല്ലാം പോകുന്നത് എല്ലാം കാണിച്ചു തരാം. എന്താ കസിൻസ് ട്രിപ്പാന്ന്. അപ്പോൾ കസിൻസ് ട്രിപ്പ് എന്നിട്ട് കയ്യിലെല്ലാവരും മൈലാഞ്ചി ഇടുന്നുണ്ട്. കസിൻസ് ട്രിപ്പ് എന്നില്ലെങ്കിൽ അപ്പോൾ ഒരു ട്രിപ്പാകുമ്പോൾ മെയിനായിട്ട് എന്ത് ഫുഡ് അടിയല്ലേ. എല്ലാവരും ഒരാളോരോരു പുരയിലുള്ളവരെ കൊണ്ടുവരത്തില്ലേ, എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് പുരയിലുള്ള ആ സാധനം, ചക്കളി, മിച്ചർ, ബിസ്ക്കറ്റ്, പൈനാപ്പിൾ, ബനാന, മറ്റേ ആപ്പിൾ, അങ്ങനെ ഇങ്ങനെ നല്ല ചിലട്ട് ഓരോന്ന് ഇത് പൈനാപ്പിൾ ഉപ്പിലിട്ടിട്ടെല്ലാം കൊടുന്നിന്. അങ്ങനെ ഫുഡ് അടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ പോകുന്നുണ്ട്. എവിടേക്കറിയോ? തൃക്കരിപ്പൂര്, നമ്മളെ വീലാൻഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ വെക്കേഷനായി, ലീവായി, പിള്ളമാരെല്ലാം തുടങ്ങി ലീവാകുമ്പോൾ ഇതിലെ പോകുന്ന ഏടെ പോകുന്ന ചോദിക്കാൻ. അങ്ങനെ വലിയ ലോങ് ട്രിപ്പ് പോകാനായിരിക്കും വലിയൊരു ഇതില്ല. അപ്പോൾ ഒരു 1 ഡേ ട്രിപ്പ് മാതിരി പോകാമെന്നുള്ള ചെല്ലിട്ട് അങ്ങനെ വീലാൻഡിൽ അധികം പോയിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ വീലാൻഡിൽ തന്നെ പോകാൻ നിന്നിട്ടില്ലേ. അങ്ങനെയാണ് വീലാൻഡിലേക്ക് നമ്മ കണക്കൂട്ടിയത്. അമ്മമാർക്കെല്ലാം കസിൻസ് ട്രിപ്പ് എന്ന് എഴുതിയിട്ട് നമ്മളേക്ക് പിള്ളമാർക്ക് എഴുതണം. അങ്ങനെ എല്ലാത്തിനെയും ലാമിൻ്റെ ഏൽപ്പിച്ച് എല്ലാവരും പിള്ളമാരുടെ കയ്യിൽ ഇട്ട് കൊടുക്കുന്നല്ല ചൊല്ലിയിട്ട് അങ്ങനെ ബസ് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ കുറേ ടൈം ഏകദേശം ഉണ്ടായിന്, 2-3 മണിക്കൂർ അങ്ങനെ എന്തോ ഉണ്ട് അവിടെ എത്താൻ. ഏകദേശം കണ്ണൂർ എത്തണ്ട, കണ്ണൂർ ബോർഡറിൻ്റെ അടുത്തൊക്കെ എത്താനെന്തോ ആണെന്ന് തോന്നുന്നു. ശരിക്കും അതിനെ പറ്റി നമുക്കറിയാലോ. അങ്ങനെ നേരെ പോയിട്ട് നമ്മൾ ഏകദേശം പോയതിൽ ഒരു 9 എത്ര മണിക്കിപ്പോൾ ഞങ്ങൾ പോയത്, 10 മണിക്കാന്ന് തോന്നുന്നു. 10-10:30 മണി ആയിനായിരുന്നു വിടുമ്പോഴേക്ക്. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വന്നിട്ടൊരു ബസ്സിൽ കയറുമ്പോൾ ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടാന്നില്ലേ. ഫസ്റ്റ് പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ 8-8:30 മണിയാകുമ്പോൾ വിടണമെന്നല്ല ചെല്ലിട്ട്. പക്ഷെ എല്ലാവരും എത്തിയിട്ടെല്ലാം 11 മണി. ആ 11 മണി ആ ഒരു ടൈമിന് വിട്ടിന്. ഇവിടെ എത്തുമ്പോഴേക്ക് ഏകദേശം 1:30 മണി കറക്റ്റായിന്. അപ്പം നമ്മൾ വിചാരിച്ചെന്ത്, ഇതിൻ്റെ ഉള്ളിൽ കയറി അങ്ങ് ഫുഡും കാര്യങ്ങളെല്ലാം സെറ്റാക്കണ്ടേ. അങ്ങനെ ചോറെല്ലാം കഴിച്ചിട്ട് തന്നെ പോകാനിട്ടില്ലേ. പുറത്തൊരു ചെറിയൊരു ഹോട്ടലുണ്ടായിരുന്നു. ചോറെല്ലാം കഴിച്ചിട്ട് അതിന് ശേഷം ടിക്കറ്റെല്ലാം എടുത്തിട്ട് ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. ഇത് ലോക്കറാണ്, നമുക്ക് 50 ഉറുപ്പിക കൊടുക്കണം. ഈ ലോക്കർ കിട്ടണമെങ്കിൽ നമ്മളെ ഡ്രസ്സും സാധനങ്ങളെല്ലാം വെക്കാൻ ഒരു ലോക്കറാണത്. 50 ഉറുപ്പിക കൊടുത്തെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ സേഫ്റ്റി ആയിട്ട് വെക്കാൻ ടെൻഷൻ ഇല്ലാണ്ട് ചാവി നമ്മൾ കയ്യിൽ വെക്കണം. പോരത്തോളം നമ്മളെ സാധനം പൈലോട്ട് കൊടുക്കുന്നിടത്തോളം. അങ്ങനെ പിള്ളമാരെല്ലാം ഓരോ റൈഡിലെല്ലാം ഇരുത്തുന്നുണ്ട്. ഈ ചെറിയ കുഞ്ഞുങ്ങൾക്കെല്ലാം ഉണ്ടാവുക, പൈസ ഫ്രീ ഒന്നുമല്ല. ഇതിലിരിക്കണമെങ്കിൽ 50 ഓരോരോ ചെറിയ മക്കൾക്ക്. പിന്നെ നമ്മൾ ഉള്ളിലേന്ന് പുറത്തുനിന്ന് ഉള്ളിലേക്ക് കയറണമെങ്കിൽ 100 ഉറുപ്പിക കൊടുത്തെങ്കിലേ ഉള്ളിൽ കയറാം. പക്ഷെ വെള്ളത്തിലിരിക്കാനോ ഇതാക്കാനോ ഒന്നും കഴിയില്ല. ഓരോന്നിലിരിക്കണമെങ്കിൽ വേറെ എടുക്കണം. പിന്നെ ഓരോ ടിക്കറ്റും ഉണ്ട്. ഒരാൾക്ക് 500 ഉറുപ്പിക ഉണ്ട്. അതിൽ ട്രെയിന്, മറ്റേ ഒരുപാട് ഇങ്ങനത്തെ റൈഡും കാര്യങ്ങളും അതിലെല്ലാം ഇരിക്കുക. പിന്നെ 700 കൊടുത്തെങ്കിലേ പിന്നെ നമ്മളെ സോപ്പി ഫുട്ബോളില്ലേ അതുകൊണ്ട്, പിന്നെ സിബ് ലൈൻ ഉണ്ട്, ബോട്ടിങ് ഉണ്ട്. അത് 700 കൊടുത്തെങ്കിൽ. അല്ലാണ്ട് നമുക്ക് ബാക്കിയുള്ള ഇരിക്കണമെങ്കിൽ 500 ഉറുപ്പിക ഫീസ്. നിങ്ങൾ എന്താക്കണം അറിയാം, ആരെങ്കിലും പോകുന്നെങ്കിൽ 500 ഉറുപ്പിക അടക്കണ്ട. 100 ഉറുപ്പിക എടുത്തിട്ടുള്ളിൽ കയറിയിട്ടില്ലേ എന്തെങ്കിലും ഇരിക്കുന്നെങ്കിൽ വേറെ ഫീസ് കൊടുത്താൽ മതി. അതെയാ, ഇല്ലെങ്കിൽ വെറുതെ ഞാൻ ഇരിക്കുന്നില്ലെങ്കിൽ നെക്സ്റ്റാണ് 500 ഉറുപ്പിക കൊടുത്തത്. ഈ ട്രെയിനിലെല്ലാം ഇരിക്കണമെങ്കിൽ വെറും 50 ഉറുപ്പിക ഇരിക്കുന്നെങ്കിൽ മാത്രം പൈസ അടിച്ചാൽ മതി. ഞങ്ങൾ ഫസ്റ്റ് ടൈം വരുന്നതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലത്തെ കഥ അങ്ങനെ അറിയില്ല. ഞാൻ ഇപ്പോൾ ഒരാൾ 500-ൻ്റെ ടിക്കറ്റ് എടുത്ത്, ഒരാൾ 700-ൻ്റെ എടുത്ത്, വലിയ പിള്ളേർക്കൊക്കെ 700-ൻ്റെ എടുത്ത് കൊടുത്ത് ഇല്ല ഇരിക്കുന്നെങ്കിലും ചെറിയ ആൾക്കെല്ലാം 500-ൻ്റെതാക്കിയിട്ട് അങ്ങനെ കൊടുത്തതാന്ന് പറഞ്ഞാൽ. പിന്നെ അവർ ടിക്കറ്റ് എടുക്കുന്ന നേരത്തെ ഒരു ലൈൻ ഉണ്ട്. ആ ലൈനിന് മുകളിലുള്ളവർക്ക് 500, താഴെയുള്ളവർക്ക് 300. അല്ല, ചെറിയ താഴെയുള്ളവർക്ക് ടിക്കറ്റ് ഇല്ല, ഉള്ളിൽ ഇരിക്കുമ്പോൾ അന്ന് ടിക്കറ്റ്. അങ്ങനെയെല്ലാം എന്തെല്ലാം ഉണ്ട്. അപ്പോൾ നേരെ നോക്കിയിട്ട് തന്നെ എടുക്കണോ. അപ്പോൾ അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറിയിട്ടെല്ലാം നോക്കും. നല്ല മജയുണ്ട്, കാണാൻ നല്ല വ്യൂ ഉണ്ട്. നല്ലൊരു ഗൾഫ് സ്റ്റൈൽ മാതിരി ഉണ്ട് ഉള്ളിൽ കയറിയിട്ടാകുമ്പോഴേക്ക്. ഫുൾ ഇൻ്റർലോക്കും പാർക്കും ബോട്ടിങ്ങും പിന്നെ ഏത് തരം ഫുഡ് ഐറ്റംസ് വേണമെങ്കിലും ഉണ്ട്. സ്നാക്സ് ഐറ്റം ഈ ഇങ്ങനെ ചോറും കറി അങ്ങനെ ഇല്ല, അത് നമ്മൾ പുറത്തുനിന്ന് തന്നെ കഴിച്ചിട്ട് ഉള്ളിൽ കയറണം. അപ്പോൾ ഞാൻ ഇങ്ങനെ സ്റ്റാറ്റസും കാര്യങ്ങളെല്ലാം ഇട്ടാൽ കുറേ ആൾ കുറേ എന്തെല്ലോ ചോദിക്കുന്നുണ്ടേ എങ്ങനെയാണെന്നല്ലോ. അപ്പം നിങ്ങൾ പോകുന്നെങ്കിൽ രാവിലെ തന്നെ പോകണ്ട. ആ ഉച്ചക്കെല്ലാം ഭയങ്കര വെയിലല്ലേ, ആ ഒരു 1:30-2 മണിക്കെല്ലാം കട്ട വെയിൽ. ഞങ്ങൾ ഒരു സൈഡിൽ നിന്ന് വെയിലിക്കുള്ളതെടുത്ത് എന്നിട്ടൊരു 4-4:30 മണി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ ഇങ്ങനെ ട്രെയിനിലിരിക്കുന്നതും പുറത്ത് നടുന്നതും. ആ 4:30 മണി കഴിഞ്ഞപ്പോൾ നല്ല മജയുണ്ട്. ഫുള്ളാളും ഉണ്ടായിന്. ഇപ്പോൾ വെക്കേഷൻ ഇങ്ങനെയല്ലേ, ലീവല്ലേ, അതുകൊണ്ട് തന്നെ നല്ല ആൾക്കാരുണ്ടായിന്. വൈകുന്നേരം ആകുമ്പോഴേക്ക് നോക്കിയാൽ നല്ല പാർക്കും നല്ല ഫോട്ടോസെല്ലാം എടുക്കാനില്ല വ്യൂ പോയിൻ്റാന്ന് പറഞ്ഞാൽ നല്ല സ്ഥലമുണ്ട്. പക്ഷെ നമുക്കില്ല അങ്ങനെ കുറേ ഫോട്ടോ കിട്ടിയിട്ട് എന്തറിയോ, ഈ ഒന്നാകെ ആൾക്കാർ പോയല്ലേ, പകുതി ആൾ അപ്പുറത്ത് പകുതി ആൾ ഇപ്പുറത്താന്ന്. ഒരിക്കൽ തേടുമ്പോൾ അങ്ങോട്ട് പോകുന്നു, ഒരിക്കലും ഇങ്ങോട്ട് പോകുന്നു. അങ്ങനെ സംഭവങ്ങളെല്ലാം നല്ല വാങ്ങല കണ്ടിട്ടുണ്ടായി. പിന്നെ ഞങ്ങൾ ഏകദേശം ഒരു 8-9 മണി വരെ എന്തോ ഉണ്ടായിരുന്നു തോന്നുന്നു. അവിടെ എല്ലാം നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയൊരു
ആംബിയൻസ് ആണ് കാണുമ്പോൾ ഒക്കെ നല്ല മജയുണ്ട്. ഈ കപ്പിൾസിനെല്ലാം പോയിട്ട് ഇങ്ങനെ കയ്യും പിടിച്ചിട്ട് നടക്കാനെല്ലാം പറ്റിയ സംഭവം ഞാൻ പറയുന്നുണ്ട്. എല്ലാവരും മാപ്പിളമാർ വന്നിട്ട് വല്ല വരുന്നോന്ന്. ഇപ്പം ഈ ലീവും കാര്യങ്ങളെല്ലാം പിള്ളമാർ അതിലെ പോയിട്ട് ഉമ്മാമാർ ഒരു വക പിരാന്താക്കി തല തോന്നുന്നല്ലേ അല്ലേ, അധികം പിള്ളമാർ അങ്ങനെ. അപ്പം എന്താക്കണം, ഈ കുറേ ദൂരമെല്ലാം പോകുമ്പോൾ നമുക്ക് കുറേ നല്ല എക്സ്പെൻസാണ്, കുറേ മക്കളുള്ള ഉമ്മാർക്കെല്ലാം എന്തായാലും കുറേ ഇതാണെന്നല്ലോ. അപ്പോൾ ഇതെല്ലാം നമ്മളെ നാട്ടിൽ തന്നെയുള്ള ഒരു വക കുറച്ചോ കൊടുത്താൽ മതി. എന്തായാലും നമ്മൾ എല്ലാവരും ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് പോകുമ്പോൾ അല്ലേ, ഈ ഒറ്റയ്ക്ക് പോകുമ്പോൾ ആണ് കുറേ എക്സ്പെൻസ് ആകുന്നത്. ഒരു വണ്ടിയാക്കിയിട്ട് ഒരു ബസ്സാക്കിയിട്ടാൻ പറ്റും. ഒന്നാകെ ഫാമിലി പോകുമ്പോഴേക്കില്ലേ എല്ലാവരും ഒരു ഇത്തിരി കൂട്ടിയാൽ മതിയല്ലോ. അപ്പോൾ അത് നമുക്ക് എന്ത് പ്രശ്നമില്ല. നമ്മൾ അധികം അങ്ങനെയാണ് പോക്ക്, ഒന്നിച്ചിട്ട് ഇങ്ങനെ കുറച്ച് കൂട്ടിയിട്ട് പോയിട്ടായിട്ട് അവിടെ ഓറോറച്ചാലേ അങ്ങനെ ഫുഡ് അടിക്കുന്നെങ്കിൽ എന്ത് വേണം കഴിക്കാം, നമ്മളെ മക്കളും നമ്മളും അങ്ങനെ ആയിട്ട്. അപ്പോൾ നല്ല മജ ഉണ്ടാകുന്നു. നമ്മൾ ഒന്നിച്ചിട്ട് പോലും വരലും അതെല്ലാം ഒരു മജ വേറെ തന്നെ അറിഞ്ഞാൽ. ഫാമിലി ട്രിപ്പ് വേറെ തന്നെ ഒരു മൂഡ്. പിന്നെ ഞങ്ങളളിയാൾക്ക് തന്നെ ബസ് ഉണ്ടോണ്ടില്ലേ, ട്രാവലറുണ്ട്, ടവേരയുണ്ട്, ബസ് ഉണ്ടോണ്ട് പിന്നെ ട്രിപ്പിന് നമുക്ക് ടെൻഷനില്ല. ആളെ തേടിയിട്ട് പോകണമെന്ന് മാഷാല്ലാ ഏടെ പോകുന്നു കളി റെഡി. നമ്മളെ കൊണ്ടുപോകാൻ നല്ല പാട്ടായിരുന്നു. പാട്ടെല്ലാം പാടിയിട്ട് പൽസാക്കിയിട്ട് പോകുമ്പോൾ ഇല്ലേ ഒരു വേറെ തന്നെ മൂഡ്. അളിയാൾക്ക് ആരെങ്കിലും ട്രിപ്പ് പോകുന്നെങ്കിൽ നമ്പർ വേണമെങ്കിൽ കമൻ്റൊക്കെ വേണം. അപ്പോൾ ഈ വയനാട്, ഊട്ടി, മൈസൂർ ദൂരെല്ലാ ട്രിപ്പും പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഫുള്ള് ടിക്കറ്റ് എടുത്തിട്ട് പോകണ്ട, അതിൻ്റെ ഉള്ളിൽ കയറിയതിന് ശേഷം ഇരിക്കുന്നെങ്കിൽ പോകുന്നെങ്കിൽ മാത്രം എടുത്താൽ മതി. അങ്ങനെ അപ്പോൾ നോക്കിയാൽ ഈ ഒരു ഇതെല്ലാം കാണുമ്പോൾ ഒരു ഗൾഫ് സ്റ്റൈൽ തന്നെ മാതിരിയില്ല, നല്ല പാർക്ക്, നല്ല പിള്ളേർക്ക് കളിക്കാനുള്ളത് പാർക്ക്. പക്ഷേ ഞാൻ ചെറുതെന്താ അറിയോ, പിള്ളേരെന്ത് കൊണ്ടുവരാതെ വരുന്നു. ഇപ്പോൾ പിള്ളേരെ കൊണ്ടുവന്നില്ല, ഇനി കൊണ്ടുവരാതെ ഞാൻ മഞ്ഞിരുന്നു. ഈ പിള്ളേർ എന്നെ നോക്കാനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ വെള്ളവും പൂളും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ അവിടെ. അപ്പോൾ ഉറല്ലൊരു ഭാഗത്ത് പിള്ളേരെ അങ്ങോട്ട് ഇങ്ങോട്ട് കളിക്കുന്നെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെന്നെ ശ്രദ്ധിക്കേണ്ടിയിരുന്നു ഓറന്നെ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഷോപ്പും ഉണ്ട്, ഈ ഫുഡ് ഐറ്റംസ്, പിന്നെ അച്ചാർ, പിന്നെ എന്തെല്ലോ ഉണ്ട്, സോപ്പ്, ഷാമ്പു, അങ്ങനത്തെ എന്തെല്ലോ സംഭവങ്ങളുണ്ട്. ഇതൊന്നും ഞങ്ങൾ എടുക്കാൻ പോയില്ല, ജസ്റ്റ് ഞാനൊന്ന് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞിട്ടൊന്ന് നോക്കിയതാണ് അതിൻ്റെ ഉള്ളിലെല്ലാം സംഭവം. അപ്പോൾ എല്ലാ ഐറ്റമും ആ വുഡനായിട്ട് അങ്ങനെ തന്നെ, ആ കയ്യിലും ചട്ടോനും മറ്റേ ചപ്പാത്തീൻ്റെതും സംഭവങ്ങൾ, സോപ്പ്, ഷാമ്പു, ചേരി, മറ്റേത് അച്ചാർ, അങ്ങനെ എന്തെല്ലോ ഉണ്ട് ഐറ്റംസ്. ജസ്റ്റ് ഒന്നിങ്ങനെ കയറിയിട്ട് പിന്നെ എനിക്ക് നല്ലൊന്നും ഇഷ്ടപ്പെട്ടൊന്നുണ്ടായി. ആ ഒരു പെട്ടിയിൽ പണ്ടാര പെട്ടി കണക്കത്തെ അതുണ്ട്, നല്ല കുറേ വെറൈറ്റീസ് എല്ലാം. അങ്ങനെ അതങ്ങനെ കയറിയിട്ടായിട്ട് പിന്നെ ഞാൻ എല്ലാം ഇങ്ങോട്ടേക്ക് കഴിഞ്ഞ് ഫുള്ളൊന്നിങ്ങനെ പോയിട്ടാകുമ്പോൾ എല്ലാം ഒന്ന് നമ്മൾ നോക്കണം. നമ്മൾ എപ്പോഴെങ്കിലും ഇങ്ങനത്തെ എല്ലാം പോകുന്നത് പോയിട്ടാകുമ്പോൾ എല്ലാം ഒന്ന് നല്ല വിശാലമായിട്ട് നോക്കിയിട്ട് സമാധാനത്തിൽ വരണം. തിരക്ക് പിടിച്ചിട്ട് അടിപിടിന്നായിട്ട് പോയിട്ട് വരേണ്ട സംഭവം എന്നല്ല ഇത്. ഒരു ദിവസം നല്ല വാങ്ങല എൻജോയ് ആക്കിയിട്ട് വരേണ്ട സ്ഥലമാണ് ഇത്. ഞാൻ അങ്ങനെ ആടെ കഴിഞ്ഞിട്ടായിട്ട് നേരെ ഓരോരോ റൈഡ് ഉണ്ട്. ഇതെല്ലാം ഞാൻ 500 ടിക്കറ്റ് എടുത്തെങ്കിൽ ഇവിടെ ഒന്നും ടിക്കറ്റ് കൊടുക്കണ്ട, എല്ലാം നോക്കിയാൽ മതി. അപ്പോൾ നല്ല സ്ട്രോങ്ങിൽ ചായ, ചക്കിളി, പിന്നെ സ്നാക്സ് ഐറ്റംസ് എല്ലാം ഉണ്ട്. അല്ലാമി ഒരു റൈഡിൽ ഇരുന്നിട്ടില്ലേ തല കറങ്ങിയിട്ട് ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് ക്ഷീണമായിട്ട്. ചക്കിളീൻ്റെ വലിപ്പം നോക്കും, നിങ്ങൾ ഒന്ന് വിളിക്കണം, ഒരു ചക്കിളിയിൽ അത്രക്കുണ്ട് വലിയത്. അപ്പോൾ ഓരോന്നിടത്ത് നമ്മൾ ഈ വീഡിയോസ് എടുക്കുമ്പോഴൊക്കെ ഇല്ല ഇങ്ങനെ വെറുതെ നോക്കുമ്പോൾ ഭംഗിയില്ലല്ലോ. അപ്പോൾ നമ്മൾ വീഡിയോ പിടിച്ചിട്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ട്. എണ്ണക്കടിയും അങ്ങനെ പലതരം ഐറ്റംസും ഉണ്ട്. നമ്മളെ സമൂസ, റോള്, ബ്രെഡ് പോക്കറ്റ്, മറ്റേത് മറിച്ചത് നിലയൊക്കെ കുറേ ഐറ്റംസ് ഉണ്ടെന്നല്ലോ. പിന്നെ അതാ കുക്കീസിൻ്റെ ഒരു ബിസ്ക്കറ്റ് ഉണ്ട്, അതിന് വലിയത് ചക്കളി പോലെ തന്നെ നിങ്ങൾ നിൽക്കേണ്ട പോലത്തെ ഒന്ന് ഞങ്ങൾ വേണ്ടിയിട്ട് എല്ലാവരും ഷെയർ ആക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ട് അതിനറിയാം, ചായക്ക് കൂട്ടി കഴിക്കാൻ. ഇതിപ്പോൾ ചായ കുടിക്കുമ്പോൾ ഏകദേശം ഒരു 3-4 മണി എന്താ അതിന് വെറുതെ ഒരു വൈബിന് വേണ്ടി ചായ കുടിച്ചോ, വേണമായിട്ട് കുടിച്ചതെന്നല്ല അറിഞ്ഞാൽ. ചോറ് കഴിച്ച് നമ്മൾ വന്നത്ര ചോറ് അങ്ങനെ നമുക്ക് ബിരിയാണി, വെറും ചോറ് അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വിളിച്ച് പറഞ്ഞെങ്കിൽ എത്തിക്കുന്നതെല്ലാം പറയുന്നത് നമുക്കറിയാലോ. ഫസ്റ്റെല്ലാം നമുക്ക് പോകുന്നത് അങ്ങനെ പുള്ളരെല്ലാം ഓരോരോ റൈഡിൽ കയറുന്നുണ്ട്. ഇതെല്ലാം ടൈമിൽ ഏകദേശം. പിന്നെ എന്താ പറയുക, ഈ ആ റൈഡിലിരിക്കുന്നവരില്ല ലാസ്റ്റ് ഇരുന്നാൽ മതി, പോയ പാടിന്ന് പറഞ്ഞാൽ ഓരെല്ലാം 2-3 ആൾ ഇരുന്നിട്ടില്ലേ ഇങ്ങനെ തല കറങ്ങി കഴിയുന്നില്ല, ഒരു 1/2 മണിക്കൂർ ഇങ്ങനെ പോസ്റ്റ് അടിച്ചിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ആ ഓർ തന്നെ ചെല്ലുന്നുണ്ട് ടിക്കറ്റ് കൊടുക്കുന്നവർ ഫസ്റ്റ് തന്നെ ആ റൈഡിലിരിക്കാൻ. അങ്ങനെ അപ്പോൾ നല്ല പാങ്ങല തല കറങ്ങുന്നതെന്ന്. അപ്പോൾ ആരിയ്ക്കുന്നെങ്കിൽ ലാസ്റ്റ് ടൈം ഇരുന്നാൽ മതി. അപ്പോൾ പോയ പാടിന്ന് പറഞ്ഞാൽ ഗോസ്റ്റ് ഹൗസ്, പിന്നെ മറ്റേ 2-3 ഐറ്റംസ് എല്ലാം ഉണ്ട്. നമുക്ക് പെട്ടെന്ന് പറയാൻ ഓർമ്മ വന്നില്ല. നമ്മ ഇങ്ങനെ പറയുന്നുണ്ട് പിള്ളേരെ കൊണ്ടുവന്നിട്ടില്ലേ, പിള്ളേരെ കൊണ്ടുവരാതെ വരുന്നു. അപ്പോൾ പിള്ളേർ പറയുന്ന ഇപ്പോൾ ഞങ്ങൾ സ്കൂളിലൊക്കെ അയച്ചിട്ട് ആയിട്ട് വരാനുണ്ടാവും, ഒറ്റയ്ക്ക് തന്നെ പോകാൻ നിങ്ങൾക്ക്. പിള്ളേരെ കൊണ്ടെങ്കിൽ നമുക്ക് കുറേ തന്നെ ഫോക്കസ് ആക്കേണ്ടിയിരുന്നു. പക്ഷെ പിള്ളേർക്കുള്ളതല്ലേ ഈടുള്ള ഗെയിമും കാര്യങ്ങളെല്ലാം ഉള്ളത്. അപ്പോൾ ആടെ അങ്ങനെ 2 കുഞ്ഞിനെ കാണാതായിട്ട് 60 അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിന്. വാച്ച്മാനെല്ലാം നല്ല ഇതാക്കിയിട്ട് വെച്ചിന്. നേരെ എത്ര നമ്പർ മോളെ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ പോകുമ്പോൾ. എൻ്റെ ഉമ്മാൻ്റെ നമ്പർ അറിയോ, ഫോണിൻ്റെ എത്ര നമ്പർ എന്നല്ല ചോദിക്കുന്നത്. കിടാവ് പോയി അടിച്ചിട്ടില്ലേ നമ്പർ അടിച്ചു കൊടുക്കുന്നത്. പക്ഷേ
വിറച്ചിട്ട് പേടിച്ചിട്ട് അത് തെറ്റുന്നു നമ്പർ അങ്ങനെയെല്ലാം കാണുമ്പോൾ പേടിയിപ്പോയി നമുക്ക്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. പക്ഷെ അന്നെങ്കിലും അതിലെല്ലാം പായുമ്പോൾ എവിടെയെങ്കിലും മിസ്സായിരുന്നിട്ട് നല്ലൊരു പേടിയാണെന്നറിയാം. അങ്ങനെ അതാ നല്ല പാർക്കുണ്ട്, നല്ല ഇരിക്കാനുള്ള സംഭവങ്ങളും കുടിക്കാനുള്ളതും കഴിക്കാനുള്ളതും എല്ലാം ഉണ്ട് അറിഞ്ഞാൽ. പിന്നെ അതാ അവിൽ മിൽക്ക് പിന്നെ എന്താ പെണ്ണതിനെ ഉപ്പിലിട്ടതും ഉപ്പിലിടാത്തതും നെല്ലിയണക്ക തണുത്തത് ചൂടുള്ളത് എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ ട്രെയിനിൽ നല്ല മജയുണ്ട്. ഞങ്ങൾ രണ്ടോട്ടോ ഇരുന്നത് ട്രെയിനിൽ തന്നെയാണെന്ന് തോന്നിച്ചിട്ട് തന്നെ എല്ലാവരും ഈ ട്രെയിനിലിരുന്നെങ്കിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങിയിട്ട് എല്ലാം കാണാം. അത്ര വലിയൊരു ഓവറായിട്ടല്ല, ആ ഒരു ചുറ്റുപാടെല്ലാം നേരെ ഇങ്ങനെ കാണാൻ കഴിയുന്നത് നല്ല ഭംഗിലെ. പിന്നെ കോക്ടെയിൽ ഉണ്ടായി, ഫുഡ് ഐറ്റംസ് എല്ലാം അവിടെ പാനിപ്പൂരി ഉണ്ട്, പിന്നെ ലോഡഡ് ഫ്രൈ, ബേൽപൂരി, മറ്റേ പൂരി, മർച്ചപൂരി എല്ലാം ഉണ്ട്. കഴിക്കുന്നെങ്കിൽ എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിള്ളേർക്ക് എങ്ങനെ ഇങ്ങനെ ലീവ് കിട്ടുമ്പോൾ ഒന്ന് പുറത്ത് പോയെങ്കിൽ ഇപ്പോൾ അധികം പോകാത്തവരില്ല, എന്നാലും ഇടയ്ക്കിടയ്ക്കല്ലേ ഒരാളെല്ലാം ഉണ്ടാകുന്നില്ലേ. പിള്ളേർക്ക് ഇങ്ങനത്തെ എല്ലാം വെക്കാന്നൊരു മജ എന്നത് ഈ ഫോൺ നോക്കിയിട്ട് തന്നെ ഇപ്പോൾ എൻ്റെ ഉള്ളിൽ കുത്തിയിരിക്കുന്നതിനില്ലേ ലീവെല്ലാം കിട്ടിയിട്ട് നമുക്കൊന്ന് പുറത്ത് പോയെങ്കിൽ മജയല്ലേ. അങ്ങനെ നമ്മൾ അധികം ഇങ്ങനെ ഫാമിലി ട്രിപ്പ് പോലുണ്ട്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഫോണിൽ ചോദിക്കും, എന്നിട്ട് ഒരു ഗ്രൂപ്പാക്കും, എന്നിട്ട് പോകുന്നിട്ട് ഉറപ്പിക്കും. ഓക്കെ കൺഫേം ആണെങ്കിൽ പിറ്റേന്നുണ്ടെങ്കിൽ പിന്നെ അത് നീട്ടിക്കൊണ്ട് പോയെങ്കിൽ ഒരിക്കലും നടക്കാത്ത സംഭവമാണ് ട്രിപ്പ് എന്നുള്ളത് അറിഞ്ഞാൽ. ഒരിക്കൽ തന്നെ എല്ലാവരും ഇതാക്കട്ടെ. പിന്നെ എല്ലാവരും ഇങ്ങനെ ഓരോരാൾക്ക് ഓരോരോ ഇന്നുണ്ടാവും, ഇന്ന് വേണ്ട നാളെ വേണ്ട അല്ലെങ്കിൽ അതെങ്കിൽ പിന്നെ നീണ്ടുകൊണ്ട് പോകും. ട്രിപ്പ് ഒരിക്കലും നടക്കില്ല. ട്രിപ്പ് നേരെ നല്ല പോലെ നടക്കണമെങ്കിലേ നമ്മൾ ഇന്നൊരു ടൂർ പോവാം, അല്ലെങ്കിൽ നാളെ ടൂർ പോവാം, ആരല്ലേ വരുന്നവർ റെഡി ആയിക്കോ എന്നിട്ട് ഇറങ്ങിയെങ്കിൽ ഒരു പോക്ക് പോകുന്നതാണ്. ഇല്ലെങ്കിൽ അവിടെ തന്നെ വയ്ക്കുക പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഇത് പെട്ടെന്ന് എടിപിടിയെന്നില്ലേ. സ്കൂളിൽ ലീവ് കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇറങ്ങിയെന്നറിയാം. അങ്ങനെ ഇറങ്ങിയിട്ട് പോയിട്ട് അവിടെ കറങ്ങിയിട്ടും തിരിഞ്ഞിട്ടുള്ള വരുമ്പോഴേക്ക് ഏകദേശം പുരക്കെത്തുമ്പോഴേക്ക് 11, 12 1 മണി ആ ഒരു ടൈം ആയിന്. ആടെ തന്നെ കറങ്ങി തിരിഞ്ഞിട്ട് കുറേ ഉണ്ട്. ആടെ തന്നെ നമുക്ക് പുള്ളെല്ലാം കളിച്ചിട്ട് കുറേ ടൈം ഉണ്ടായിന്. പിള്ളേർ തുള്ളിക്കൊണ്ടും മറിഞ്ഞുകൊണ്ടല്ലോ. നമുക്ക് ഈ ചെറിയ കിടാക്കളെയും കൊണ്ട് പോയാൽ ഇതിൻ്റെ ഉള്ളിലത്തെ കുറ്റും കവിച്ചെല്ലാം കണ്ടില്ല. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ 3D എല്ലാം നോക്കിയിട്ട് അതിന് ശേഷം പിന്നെ അവിടുന്ന് പുറത്തിറങ്ങിയതാന്ന് പറഞ്ഞാൽ. പിന്നെ ഇങ്ങനെ കാര്യമായിട്ട് പഠിക്കാനൊക്കത്തൊന്നുമില്ല. പിന്നെ ചെറിയ പിള്ളേർമാർക്ക് ഞങ്ങൾ പോകുമ്പോഴല്ലേ ഞാൻ ഇങ്ങനെ ഏട്ടത്തി വിളിച്ചാൽ നമുക്ക് പേടിയാവും, അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ പേടിയാവും. എന്നിട്ടില്ലേ നമ്മിങ്ങനെ കയറുമ്പോൾ എന്നെ 2-3 പിള്ളമാർ വന്നിട്ടുണ്ടായി, വേറെ അറിയാത്തരോ പിള്ളമാർ. നമ്മ ഇങ്ങനെ പിള്ളേരെ പിടിച്ചിന് പിള്ളേർ 6 വല മറക്കുന്നതാ. അങ്ങനെ പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊന്ന് കറങ്ങി ചുറ്റി അടിച്ചിട്ട് വന്നതെന്ന് പറഞ്ഞാൽ. പിന്നെ ഇവിടെ 2-3 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിന് പറഞ്ഞാൽ. തന്നെ കിച്ചണല്ലേ നോക്കലുണ്ട്, കാണലുണ്ട്, നോക്കലുണ്ട്, അങ്ങനെ ഇങ്ങനെ എന്നിട്ട് കുറേ വിഷയം പറഞ്ഞ് എന്നിട്ട് പുള്ളെല്ലാം കളിച്ചിട്ടെല്ലാം അതിന് ശേഷം ലാസ്റ്റ് ഒരു മറ്റൊരു ഊഞ്ഞാലില്ല അതിലെല്ലാം ഇരുന്നിട്ടായിട്ട് കുറേ നേരം പാർക്കിലെല്ലാം ഇരുന്നിട്ട് ബിസി ആക്കിയിട്ട് കഥ പറഞ്ഞിട്ട് ഫുഡ് അടിയെല്ലാം കഴിഞ്ഞിട്ട് അതിന് ശേഷമാണ് പിന്നെ പെരുക്കെത്തിയത്. ഏകദേശം ഇവിടെ ഒരു 10 മണി 11 മണി വരെ അങ്ങനെ എന്തോ ഉണ്ട് ഇവിടെ സംഭവം. അപ്പോൾ നിങ്ങൾ ഒരു സൺഡേ എല്ലാം വരുമ്പോൾ ഒന്ന് പിള്ളമാരെ കൊണ്ടുപോയിട്ട് നോക്കിയിട്ട് കറങ്ങിയിട്ടില്ല ബാബ ലീവെല്ലാം ഇപ്പോൾ കഴിഞ്ഞില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം മറക്കണ്ട. പുതിയതായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണം. എപ്പോഴും ഞാൻ പറയുന്ന തന്നെ സംഭവം. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ ഒരു ലൈക്കും കമൻറ്റെല്ലാം ഇട്ടിരുന്ന് ആ ലൈക്കും കമൻറ്റെല്ലാം കുറേ ഇങ്ങനെ കാണുമ്പോൾ ഒരു മജയല്ലേ നമുക്ക് വീഡിയോ ചെയ്യാൻ. മാഷാ അല്ലാഹ് ലൈക്ക് കമൻറ്റെല്ലാം ഇടുന്നുണ്ടെന്നെങ്കിലും അത്ര പോരാ, ഇനിയും വേണം. കുറേ ലൈക്കും കമൻറ്റ് ഇടാവാ. അപ്പോൾ അതാ നമ്മളെല്ലാം കഴിഞ്ഞിട്ടായിട്ട് ലാസ്റ്റ് ബസ്സിലെല്ലാം പോയിട്ട് ഓരോരോ പേർക്ക് പോയതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള. ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.